ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കൊച്ചിക്കോയ. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിപ്പോൾ കോഴിക്കോട് എവിടെയൊക്കെ ഹോട്ടലിൽ കിട്ടുന്നുണ്ട്. ഹോട്ടലല്ല, ഏതൊരു ഷോപ്പിൽ അവൈലബിൾ ആണ്, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. കോഴിക്കോടിലെ സ്പെഷ്യലാണ്. അപ്പോൾ അതായത് സ്റ്റോർ റൂമിൽ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ്, പഴക്കൊല തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പഴുത്ത പഴമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡും മോനും ഒക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാവരും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇത് ഹസ്ബൻഡ് വീഡിയോ യൂട്യൂബിൽ തന്നെ കണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ ഒരു പഴക്കൊല ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ 2 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലെടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അവരവിടെ പഴമൊക്കെ തൊലി കളയുന്നുണ്ട്. എന്നിട്ട് ഇതാ മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ള അതിനനുസരിച്ച് എടുക്കുക. ഇതിനങ്ങനെ എണ്ണം പ്രത്യേകിച്ചൊരു കണക്കൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ പേര് തന്നെ ശരിക്കും ഒരു വെറൈറ്റിയാണ്, കൊച്ചിക്കോയ. ഇതെങ്ങനെ ഈ പേര് വന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാനിവിടെ കോഴിക്കോട് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ സംഭവം കഴിക്കുന്നത്. അപ്പോൾ ഈ പേരിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്നല്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, വീട്ടിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്ക് നല്ലതാണ്. നമ്മുടെ അവിൽ മിൽക്കിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവിൽ മിൽക്ക് പോലെയെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2 തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ മുഴുവൻ എടുത്തിട്ടില്ല. ഒരു തേങ്ങയും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. അപ്പോൾ ഇത് ഉടച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്റ്റായി വന്നിട്ടുണ്ട്. കൈ വെച്ചിട്ടാണ് ശരിക്കും കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ചെറുനാരങ്ങ വേണം നമുക്ക്. പിന്നെ ഇഞ്ചി വേണം. ഇഞ്ചി ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി വേണം കേട്ടോ. അത് ഇത്രയൊന്നും പോരാ, കുറച്ച് അധികം എടുക്കാം. പിന്നെ ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് എടുക്കാം കേട്ടോ. ഇഞ്ചിയും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ആഡ് ചെയ്താലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കുകയാണ്. ശരിക്കും ഇത് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് ഉടച്ചു കൊടുക്കുക ചെയ്യുക. പിന്നെ ഇഞ്ചിയുടെ നീര് എടുത്തിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല രീതിയിലും ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ മിക്സിയിലിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുനാരങ്ങയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1 വേണമെന്നില്ല, ചെറുതാണെങ്കിൽ ഒരെണ്ണമൊക്കെ ആവാം, പകുതി ആയാലും മതി. ഞങ്ങൾ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ ഫ്ലേവർ എത്രയാണ് ഇഷ്ടം അത്ര ആഡ് ചെയ്യുക. അപ്പോൾ ഇഞ്ചി ചുവന്നുള്ളിയുടെ മിക്സ്ചർ ഞങ്ങൾ ഇവിടെ ആവശ്യാനുസരണം ഒരു 1.5 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലേവർ ഉണ്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്കും മോനിക്കൊന്നും അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, പക്ഷേ വയറിനൊക്കെ വളരെ നല്ലതാണ്. മരുന്ന് പോലെ അത്ര നല്ലൊരു ഐറ്റമാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ ഇതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ആവശ്യത്തിന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് തേങ്ങാപ്പാലും എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയല്ലാത്ത ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. പിന്നെ നമ്മളിത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. മധുരമൊക്കെ പാകമാണോ എന്ന് നോക്കുക. തണുപ്പിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും. തണുപ്പിച്ചതിന് ശേഷമാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് ഡിന്നറിനേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങൾ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് ആഡ് ചെയ്തു, എന്നിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ മുഴുവൻ തേങ്ങാപ്പാൽ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല, കുറച്ച് ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും തേങ്ങാപ്പാൽ ബാക്കിയായിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ തണുപ്പിച്ച് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് പ്ലേറ്റിലേക്ക് ആവശ്യാനുസരണം അവിലിട്ട് കൊടുക്കുക. നല്ല നിരിച്ചിലുള്ള അവിലാണ്, അങ്ങനെയുള്ള എടുത്താലാണ് നല്ല രസം ഉണ്ടാകുക കഴിക്കാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ വേണ്ട അത്ര ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊരു ലൂസാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചിലർക്കൊക്കെ തോന്നാം ഇത് അവിൽ മിൽക്ക് തന്നെയല്ലേ, അവിൽ മിൽക്കിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മുഴുവനായിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇഞ്ചിയുണ്ട്, ചുവന്നുള്ളി, അതൊക്കെ ഒന്നും നമ്മൾ അവിൽ മിൽക്ക് ആഡ് ചെയ്യില്ല. പിന്നെ അവിൽ മിൽക്കിൽ എന്തെങ്കിലും നമ്മുടെ കടലക്കൊക്കെ ഇടുമല്ലോ, കടല അതൊക്കെ ഇട്ട് പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഇടുന്നവരുണ്ട്. ഷോപ്പിലേക്കൊക്കെ പലതും ഇടും, ടൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതൊന്നുമല്ല, അതിൽ നിന്ന് വ്യത്യാസം തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കുക, നല്ലതാണ്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.